ഹലോ, ഇന്നൊരു റമദാൻ വ്ളോഗ്. പോകുന്നത് വണ്ടി ഹദീഖ മലിക് ഫഹദിൽ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഹറമിലേക്ക് നേരിട്ട് ബസ്സാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നടക്കാനൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ 3:30 ആകുമ്പം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ തന്നെ ഭയങ്കര തിരക്കായിരിക്കും. പള്ളിയുടെ ഉള്ളിലൊന്നും നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. പുറത്തിരുന്നിട്ട് നോമ്പ് തുറക്കാനുള്ള സ്ഥലം കിട്ടണമെങ്കിൽ തന്നെ അത്രയും നേരത്തെ വരണം കേട്ടോ. ഇഫ്താർ ബാഗ് കയ്യിൽ കിട്ടിയതോടുകൂടി തന്നെ നുഹ അതിൽ കുക്കീസൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയുടെ ഉള്ളിലിരിക്കുന്നവർക്ക് ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. സംസം വാട്ടറും അതേപോലെ ഡേറ്റ്സും ബന്നും എല്ലാതും ഉണ്ട്. പീച്ച് ഉണക്കിയ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹറമിലെ കൂടെയൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. എത്ര പ്രാവശ്യം കണ്ടാലും നമുക്കിത് വീണ്ടും പുതുമയോടെ അല്ലാതെ നോക്കിക്കാണാൻ കഴിയില്ലല്ലോ. അത്രയ്ക്ക് ഭംഗിയാണല്ലോ ഹറമിലെ ഓരോ കാഴ്ചകൾക്കും അല്ലേ. കുറച്ച് സമയം ഹറമിൽ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. നല്ല തിരക്കായിരുന്നു. തറാവീഹിന് വരുന്നവരും തിരിച്ചു പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീണ്ടും ബസ്സിൽ തന്നെ കയറി. ഇനി വണ്ടി പാർക്ക് ചെയ്ത അവിടം വരെ ബസ്സിൽ തന്നെ ആയിരിക്കും പോവുക. ഹദീഖയിലെത്തിയപ്പോൾ ഞങ്ങൾ നേരെ ആലിയ മാളിലേക്കാണ് കേട്ടോ പോയത്. തൊട്ടടുത്ത് തന്നെയാണല്ലോ. റമദാനാവുമ്പോൾ ഇവിടെ ഓരോ മാളുകളും ഓരോ ഷോപ്പും നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ അൽബൈക്കിലേക്കാണ് വന്നത് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് നഗറ്റ്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് നേരെ പോയത് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ കുട്ടികളുടെ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നാൽ പിന്നെ പാർക്കിലൊന്നും കയറാതെ ഇറങ്ങുന്ന പ്രശ്നമില്ലല്ലോ. അങ്ങനെ 1-2 കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് തന്നെ വന്നു. അപ്പോൾ അവിടെ അവരുടെ ഫ്ലാഗൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഗാവയും സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ നമ്മൾ ഒന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ അരി കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കൊണ്ടാട്ടമുളകും കൂടെ പൊരിച്ച് എല്ലാവരും കൂടി കഞ്ഞിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയി കേട്ടോ. എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ ഫുഡ് അത് വേറെ ലെവൽ തന്നെയല്ലേ. പിന്നെ അത്താഴത്തിനുള്ള ഫുഡ് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് ബീഫ് റോസ്റ്റും അതേപോലെ ഉപ്പേരി, ക്യാരറ്റും വഴുതനങ്ങയും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വഴുതനങ്ങ കറിയും വെച്ച് അങ്ങനെ എല്ലാം സെറ്റായി. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.